ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയും സന്ദീപും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് കമല. തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു സേതുമാധവൻ പ്രതികരിച്ചിരുന്നത്. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ആതിരയ്ക്ക് പറ്റിയിരുന്നെങ്കിൽ ആതിര അത് ആദ്യമേ തീർക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആതിരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സേതു സംസാരിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് സന്ദീപ്. തുടർന്ന് കമല പറയുകയാണ്, എന്റെ സന്ദീപേ, നീ ഇനിയും മിണ്ടാതെ തന്നെ നിന്നോ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തുടർന്ന് സന്ദീപ് പറയാൻ തുടങ്ങുകയാണ്, അച്ഛാ, ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്ക് ആതിരയെ ഇഷ്ടമാണ്. ആതിരയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഇത് കേൾക്കുന്ന സേതുമാധവൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് സേതുമാധവൻ സന്ദീപിന്റെ കരണം പുകച്ച് ഒന്ന് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ തന്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് അനൂപ്. അനൂപേട്ട, ഇവരിത് ഇറങ്ങുകയാണെന്ന് പറഞ്ഞതെന്ന് മീര പറയുമ്പോൾ ശരിവെക്കുകയാണ് അനൂപ്. തുടർന്ന് സേതു പറയുകയാണ്, ആദ്യം ആതിരയുടെ കല്യാണമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരാം, മറിച്ച് സന്ദീപിൻ്റെതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരണം. അങ്ങനെ സന്ദീപും സേതുമാധവനും അവിടെ നിന്ന് യാത്രയാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സേതുമാധവനെ കാണാനായി തിരക്കിട്ട് സന്ധ്യ ഡോക്ടറുടെ വീട്ടിൽ നിന്നും വരികയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സ്നേഹ പറയുകയാണ്, ഏട്ടത്തി ഏട്ടത്തി ആരെ തിരക്കുന്നത്? ഞാൻ ആദ്യം അച്ഛനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, അതിന് അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനും സന്ദീപേട്ടനും കൂടി വൃന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാ. ഞാനും കൂടി വരാമെന്ന് പറഞ്ഞതാ, പക്ഷേ കേട്ടില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ പ്രശ്നമാകും, അത് അവിടെയല്ല ഇവിടെ ആയിരിക്കും. എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാണെന്നും അർച്ചന സ്നേഹയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനഘയാണ്. അനഘയെ അവന്തിക വിളിച്ചിട്ട് അർച്ചനയെ എങ്ങനെയെങ്കിലും സേതുമാധവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിൽ നിന്നും വിലക്കണമെന്ന് പറയുകയാണ് അനഘ. അതിന് അയാൾ ഇവിടെ ഇല്ല. അയാള് സന്ദീപിനെ കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോയിരിക്കുകയാ. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവർ വന്നാലും അർച്ചനയായിട്ട് സംസാരിക്കാൻ നീ അനുവദിക്കരുത്. അതിനെന്തെങ്കിലും ചെയ്യണം. വന്ന ഉടൻ എന്നെ വിളിച്ചു പറയാനും പറഞ്ഞ് അവന്തിക കോൾ കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അവന്തിക മീരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതേസമയം കോൾ എടുക്കുന്നത് അനൂപായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്തിക ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. ദേ മീരെ, നിന്റെ ഫോൺ അടിക്കുന്നെന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുമ്പോൾ മീര തന്റെ ഫോൺ നോക്കുകയാണ്. അവന്തികയാണല്ലോ വിളിച്ചിട്ടുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് മീര അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, അച്ഛനും സന്ദീപും ഇപ്പോഴും അവിടെയുണ്ടോ? അവരിവിടെ ഇല്ലല്ലോ, അവർ നെല്ലിശ്ശേരിയിലേക്ക് ഇറങ്ങിയിട്ട് കുറെ നേരമായിന്ന് മീര പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക കോള് കട്ട് ചെയ്ത് വേഗത്തിൽ നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ എന്താണെങ്കിലും അച്ഛനോട് പറഞ്ഞിരിക്കുമെന്ന് അർച്ചന പറയുന്നു. അതേസമയം സന്ദീപും സേതുമാധവനും കൂടി നെല്ലിശ്ശേരിയിലേക്ക് വരികയാണ്. അനൂപിനെ കാണാൻ പോയ കാര്യങ്ങളെല്ലാം അർച്ചനയോട് പറയുകയാണ് സേതു. തുടർന്ന് അർച്ചന പറയുകയാണ്, അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പിന്നെ അച്ഛാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം. അത്രയും പറഞ്ഞ് അർച്ചന പറയാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനഘ വരികയാണ്. അനൂപിനെ കാണാൻ പോയ കാര്യങ്ങളെല്ലാം അനഘ ചോദിക്കുകയാണ്. അല്ല, മോളെന്തോ പറയുകയായിരുന്നല്ലോ, എന്താ അതെന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അച്ഛന് വിഷമമൊന്നും ഉണ്ടാകരുത്. അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുന്ന കാര്യമായതുകൊണ്ടാ ഇത്രയും നാളും ഞാനിത് പറയാതെ നീട്ടിക്കൊണ്ടുപോയത്. അവന്തികേട്ടത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അച്ഛാ. നമ്മുടെ മുന്നിൽ കാണിക്കുന്ന സ്വഭാവമല്ല അവന്തികേട്ടത്തിയുടെ ഉള്ളിലുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന അനഘയും സേതുമാധവനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ മോളെ അങ്ങനെ തോന്നാൻ കാരണമെന്ന് സേതു ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിക്കിതച്ചുകൊണ്ട് അവന്തിക വരികയാണ്. മോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മോൾ ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. മോൾക്ക് എന്നോട് ധൈര്യമായി തന്നെ പറയാമെന്ന് സേതുമാധവൻ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി വന്ന സ്ഥിതിക്ക് ഏട്ടത്തി തന്നെ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറയും. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാൻ പറയുകയാണ് അർച്ചന. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് അവന്തിക പറയുമ്പോൾ അത് രണ്ടാമത്തെ കാര്യമാണെന്നും നീ ചെയ്ത കുറ്റം എന്താണെന്ന് ആദ്യം പറയാനും സേതുമാധവൻ ദേഷ്യത്തോടെ പറയുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപ മറിച്ചു. അച്ഛാ, ഇതല്ല ഞാൻ പറയാൻ വന്നതെന്ന് അർച്ചന പറയുമ്പോഴേക്കും അവന്തിക പറയുകയാണ്, ഞാനല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ തന്നെ പറഞ്ഞോളാം അർച്ചന. തുടർന്ന് സേതു പറയുകയാണ്, നീ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഇന്നു മുതൽ നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല. എല്ലാ സ്ഥാനവും നീ ഒഴിയണം. കൂടാതെ 2 ദിവസത്തിനുള്ളിൽ 50 ലക്ഷം രൂപ നീ തിരികെ വെക്കുകയും വേണം. ഇത് കേൾക്കുന്ന അവന്തികയും അനഘയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇനി മേലിൽ നീ നെല്ലിശ്ശേരി ഓഫീസിൽ കാലുകുത്തി പോകരുത്. അത്രയും പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവന്തിക സേതുവിനെ പിടിച്ചു നിർത്തുകയാണ്. എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് അച്ഛൻ പോയാൽ മതി. ഇത് കേൾക്കുന്ന സേതുവും അർച്ചനയും ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.